ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ബുക്ക് ഓഫ് അക്കൗണ്ട്സ് ആണ്. അതായത് നമ്മൾ ഇതുവരെ പഠിച്ചത് ഓരോ ട്രാൻസാക്ഷനിലും ഏതൊക്കെ അക്കൗണ്ടാണ് ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത്, ആ അക്കൗണ്ട് ഏത് ടൈപ്പാണ്, ആ ടൈപ്പിനെ ഡിപ്പെൻഡ് ചെയ്ത് നമ്മൾ ഗോൾഡൻ റൂൾസ് പഠിച്ചു അല്ലേ, ഏതൊക്കെ അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യണം, ഏത് അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്യണം. അപ്പോൾ ഇനി നമ്മളത് റെക്കോർഡ് ചെയ്യാൻ പോവാണ് അല്ലേ. അതായത് ബിസിനസ്സിൽ നടക്കുന്ന ഈ ട്രാൻസാക്ഷൻസിനെ നമ്മൾ റെക്കോർഡ് ചെയ്യുകയാണ്. എവിടെ റെക്കോർഡ് ചെയ്യും, ഏതൊക്കെയാണ് നമ്മൾ അക്കൗണ്ട്സിൽ യൂസ് ചെയ്യുന്ന ബുക്കുകൾ, അതാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ മെയിനായിട്ട് 3 തരത്തിലുള്ള ബുക്കുകളാണ് യൂസ് ചെയ്യുക. ഒന്ന് ജേണൽ, ദെൻ ലെഡ്ജർ, പിന്നെ സബ്സിഡിയറി ബുക്സ്. ഫസ്റ്റ് നമുക്ക് ജേണൽ എന്താണെന്ന് നോക്കാം. Journal is the book of prime entry. When a transaction takes place, it is recorded in the journal. ഫസ്റ്റ് ഒരു ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്യുന്ന ബുക്കാണ് ജേണൽ എന്ന് പറയുന്നത്. മനസ്സിലായോ? പ്രൈം എൻട്രി, ഫസ്റ്റ് എൻട്രി നടത്തുന്നത്, ഒരു ട്രാൻസാക്ഷൻ നടന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് എൻട്രി നമ്മൾ നടത്തുന്നത് ജേണലിലാണ്, ജേണൽ ബുക്കിലാണ് നമ്മൾ ഫസ്റ്റ് എൻട്രി നടത്തുക. അപ്പോൾ ആ ജേണൽ ബുക്കിൻ്റെ ലേഔട്ടാണ് നമ്മളിവിടെ കാണുന്നത്. ഫസ്റ്റ് കോളം ഡേറ്റ് ആണ്, എന്നാണ് ആ ട്രാൻസാക്ഷൻ നടന്നത്, പർട്ടിക്കുലേഴ്സ്, ആ ട്രാൻസാക്ഷൻ്റെ ഡീറ്റെയിൽസ്, ഏത് അക്കൗണ്ടാണ് അതിൽ ഉൾപ്പെട്ടിട്ടുള്ളത്, എന്ത് ട്രാൻസാക്ഷനാണ് അവിടെ നടന്നത്. ദെൻ തേർഡ് കോളം എന്ന് പറയുന്നത് ലെഡ്ജർ ഫോളിയോ നമ്പർ. അതായത് നമ്മൾ പറഞ്ഞു ഫസ്റ്റ് റെക്കോർഡ് ചെയ്യുന്ന ബുക്കാണ് ജേണൽ എന്ന് പറഞ്ഞു അല്ലേ. ഈ ജേണലിൽ റെക്കോർഡ് ചെയ്ത ട്രാൻസാക്ഷൻസ് എല്ലാം നമ്മൾ പിന്നീട് വേറൊരു ബുക്കിലേക്ക് പോസ്റ്റ് ചെയ്യും. അത് ക്ലാസിഫൈ ചെയ്തിട്ടാണ് പോസ്റ്റ് ചെയ്യുക, അക്കൗണ്ടിൻ്റെ ബേസിസിൽ നമ്മൾ പിന്നീട് പഠിക്കും. ആ ബുക്കിൽ എവിടേക്കാണ് ഈ ട്രാൻസാക്ഷൻ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്, ആ പേജ് നമ്പറാണ് ഈ ലെഡ്ജർ ഫോളിയോ നമ്പർ എന്ന് പറഞ്ഞാൽ മീൻ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ ലെഡ്ജർ എന്താണെന്ന് പഠിക്കുമ്പോൾ അത് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ലെഡ്ജർ ഫോളിയോ നമ്പറാണ് തേർഡ് കോളം. ഫോർത്ത് കോളം എന്ന് പറയുന്നത് ഡെബിറ്റ് ആണോ ക്രെഡിറ്റ് ആണോ, ഫിഫ്ത്ത് ക്രെഡിറ്റ്, ഡെബിറ്റിൻ്റെ കോളമാണ് ഫോർത്ത്, ക്രെഡിറ്റിൻ്റെ കോളമാണ് ഫിഫ്ത്ത്. അതായത് നമ്മൾ എഴുതുന്ന അക്കൗണ്ട് ഡെബിറ്റ് ആണെങ്കിൽ ഡെബിറ്റ് കോളത്തിൽ എഴുതണം, ക്രെഡിറ്റ് ആണെങ്കിൽ ക്രെഡിറ്റ് കോളത്തിലും എഴുതണം. ഇതാണ് 5 കോളം ജേണലിൽ ഉണ്ടായിരിക്കുക. ഡേറ്റ് ഓഫ് ട്രാൻസാക്ഷൻ, പർട്ടിക്കുലേഴ്സ് അബൌട്ട് ദ ട്രാൻസാക്ഷൻ, ലെഡ്ജർ ഫോളിയോ നമ്പർ, ദെൻ ഡെബിറ്റ് ക്രെഡിറ്റ്. അപ്പോൾ ജേണലൈസിങ് എന്ന് പറഞ്ഞാൽ പ്രോസസ് ഓഫ് അനലൈസിങ് ദ ബിസിനസ് ട്രാൻസാക്ഷൻ അണ്ടർ ദ ഹെഡ്സ് ഓഫ് ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് ആൻഡ് റെക്കോർഡിംഗ് ദം ഇൻ ദ ജേണൽ. നമ്മളെന്താ ചെയ്യുന്നത്, അനലൈസിങ് ദ ബിസിനസ് ട്രാൻസാക്ഷൻ. ഈ ബിസിനസ് ട്രാൻസാക്ഷന് നമ്മൾ കാണുന്ന ഈ ട്രാൻസാക്ഷൻസിനെ നമ്മൾ അനലൈസ് ചെയ്യും, അതിൻ്റെ ബേസിസിൽ ഡെബിറ്റ് ആണോ ക്രെഡിറ്റ് ആണോ എന്ന് മനസ്സിലാക്കും, ദെൻ അതിനെ ജേണലിൽ റെക്കോർഡ് ചെയ്യും. നമ്മൾ അതിൽ ഒരു പാർട്ട് പഠിച്ചു കഴിഞ്ഞു. ഒരു ട്രാൻസാക്ഷൻ കണ്ടു കഴിഞ്ഞാൽ അത് ഏത് ടൈപ്പ് ഓഫ് അക്കൗണ്ടാണ്, മേജറായിട്ടുള്ള പാർട്ട് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. നമ്മളിനി റെക്കോർഡ് ചെയ്യാൻ മാത്രമേ പഠിക്കാനുള്ളൂ. അത് ഏത് ടൈപ്പ് ഓഫ് അക്കൗണ്ടാണ്, അതിൽ ഗോൾഡൻ റൂൾ അപ്ലൈ ചെയ്ത് അത് ഡെബിറ്റ് ആണോ ക്രെഡിറ്റ് ആണോ എന്ന് മനസ്സിലാക്കാനും നമ്മൾ പഠിച്ചു കഴിഞ്ഞു അല്ലേ. അപ്പോൾ വെൻ ജേണലൈസിങ് എ ട്രാൻസാക്ഷൻ ദ ഫോളോയിങ് സ്റ്റെപ്സ് ആർ ടു ബി ഫോളോഡ്. വാട്ട് ആർ ദ അക്കൗണ്ട്സ് അഫക്റ്റഡ്, നെയിം ദം. ഏതൊക്കെ അക്കൗണ്ട്സ് ആണ് ആ ട്രാൻസാക്ഷനിൽ അഫക്റ്റഡ് ആയിട്ടുള്ളത്, അതിന് പേര് കൊടുക്കുക. വാട്ട് ടൈപ്പ് ഓഫ് അക്കൗണ്ട്സ് ആർ ദേ, അത് ഏത് ടൈപ്പാണ്, ഐഡൻറ്റിഫൈ ദം, പേഴ്സണൽ, റിയൽ ഓർ നോമിനൽ. നമ്മൾ എഴുതിയ അക്കൗണ്ട് അത് പേഴ്സണൽ അക്കൗണ്ടിൻ്റെ കാറ്റഗറിയിലാണോ വരുന്നത്, റിയൽ അക്കൗണ്ട് ആണോ, നോമിനൽ അക്കൗണ്ട് ആണോ, അത് ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് സെക്കൻഡ് ആയിട്ടുള്ള കാര്യം. ഇതും നമ്മൾ പഠിച്ചു കഴിഞ്ഞു അല്ലേ. അപ്ലൈ ദ റൂൾസ് ഫോർ ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ്. റൂൾസിൻ്റെ ഡെബിറ്റിൻ്റെ ക്രെഡിറ്റിൻ്റെ റൂൾസ് അപ്ലൈ ചെയ്യാം. ഇതുവരെയാണ് നമ്മൾ പഠിച്ചത്. ഇതിൻ്റെ ബേസിസിലാണ് നമ്മൾ ജേണലൈസ് ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെ ജേണലൈസ് ചെയ്യുമെന്ന്. ഫസ്റ്റ് എക്സാമ്പിളാണ് 1 ജൂലൈ 2003 നടന്ന ട്രാൻസാക്ഷനാണ്. റിസീവ്ഡ് ക്യാഷ് ഫ്രം രാഹുൽ ₹500. രാഹുൽ എന്ന പേഴ്സണിൽ നിന്നും ക്യാഷ് റിസീവ് ചെയ്തു എന്നാണ് പറഞ്ഞിരിക്കുന്നത്, ₹500. അതിന് റീസണൊന്നും പറഞ്ഞിട്ടില്ല, പല കാര്യം ഉണ്ടാവാം. രാഹുലിന് നമ്മൾ ക്രെഡിറ്റിൽ സാധനങ്ങൾ കൊടുത്തതാവാം, സെയിൽസ് നടത്തിയതാവാം അല്ലേ. അപ്പോൾ രാഹുൽ നമ്മളെ ഡെപ്റ്ററാണ്. അപ്പോൾ
അപ്പോൾ രാഹുൽ നമ്മുടെ ഡെപ്റ്റർ ആയിരിക്കാം. അപ്പോൾ നമുക്ക് തരാനുള്ള കാശ് അയാൾ തിരിച്ചു തന്നതാവാം അല്ലേ. അപ്പോൾ എങ്ങനെയായാലും രാഹുൽ എന്ന പേഴ്സണിൽ നിന്ന് നമ്മൾ ക്യാഷ് റിസീവ് ചെയ്തു 500 റുപ്പീസ് 1 ജൂലൈ 2003. വാട്ട് ആർ ദ അക്കൗണ്ട്സ് അഫക്റ്റഡ്? അതാണ് നമുക്ക് ഫസ്റ്റ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ. ഏതൊക്കെ 2 അക്കൗണ്ടുകളാണ് അവിടെ ഉള്ളത്? ക്യാഷ് അക്കൗണ്ടും രാഹുൽ അക്കൗണ്ടും അല്ലേ. രാഹുൽ എന്ന പേഴ്സൻ്റെ കയ്യിൽ നിന്നാണ് നമുക്ക് കാശ് തന്നിട്ടുള്ളത്. അപ്പോൾ രാഹുൽ അക്കൗണ്ട് ഉണ്ടായിരിക്കും. ദെൻ ക്യാഷ് അക്കൗണ്ട്, നമുക്ക് കിട്ടിയ ആ കാശ് നമ്മൾ ക്യാഷ് അക്കൗണ്ടിലാണ് കാണിക്കേണ്ടത് അല്ലേ. കമ്പനിയുടെ കാശാണത്. അപ്പോൾ ക്യാഷ് അക്കൗണ്ടിലാണ് കാണിക്കേണ്ടത്. അപ്പോൾ രാഹുൽ അക്കൗണ്ടും ക്യാഷ് അക്കൗണ്ടും. അപ്പോൾ ഇത് രാഹുലിൽ നിന്ന് നമ്മൾ ക്യാഷ് റിസീവ് ചെയ്തെന്നാണ് പറഞ്ഞിരിക്കുന്നത്. രാഹുൽ എന്ന് പറയുന്നത് രാഹുലിന് നമ്മൾ ഓൾറെഡി സെയിൽ ചെയ്തതാവാം, ക്രെഡിറ്റിൽ സെയിൽ ചെയ്തതാവാം. മനസ്സിലായോ? അപ്പോൾ രാഹുൽ നമ്മുടെ ഡെപ്റ്റർ ആവാം. അതൊക്കെ പോട്ടെ, നമുക്ക് കണ്ട ഈ ഒരു ട്രാൻസാക്ഷനിൽ നിന്ന് ഇത്രയും മനസ്സിലാക്കിയാൽ മതി. രാഹുൽ അക്കൗണ്ടും ക്യാഷ് അക്കൗണ്ടും. അപ്പോൾ ക്യാഷ് അക്കൗണ്ടിലേക്ക് കാശ് കിട്ടുകയാണ് ചെയ്തിരിക്കുന്നത്. രാഹുൽ അക്കൗണ്ടാണ് കാശ് തന്നിരിക്കുന്നത് അല്ലേ. എവിടെ ഡെബിറ്റ് എവിടെ ക്രെഡിറ്റ് എന്നുള്ളത് ഇതിൽ നിന്ന് നമുക്കറിയാം. ക്യാഷ് അക്കൗണ്ട് റിയൽ അക്കൗണ്ടാണ്, രാഹുൽ അക്കൗണ്ട് പേഴ്സണൽ അക്കൗണ്ടാണ്. ഈ 2 അക്കൗണ്ടിൻ്റെ റൂൾസ് നമ്മൾ പറയാതെ തന്നെ ഓർക്കാതെ തന്നെ നമുക്കിപ്പോൾ ഡെബിറ്റും ക്രെഡിറ്റും ഏതാണെന്ന് അറിയാൻ പറ്റും. ക്യാഷ് അക്കൗണ്ടിലേക്ക് കാശ് വരികയാണ് ചെയ്തത്. ക്യാഷ് അക്കൗണ്ട് അപ്പോൾ എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. രാഹുൽ അക്കൗണ്ടിൽ നിന്നാണ് കാശ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അവിടെ എന്ത് ചെയ്യണം? രാഹുൽ അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്യണം അല്ലേ. അക്കൗണ്ടിങ് റൂൾസ് വെച്ച് നോക്കിയാൽ ക്യാഷ് അക്കൗണ്ട് റിയൽ അക്കൗണ്ടാണ്. റിയൽ അക്കൗണ്ട് എന്ന് പറയുമ്പോൾ വാട്ട് ഗോസ് ഔട്ട്, ആ അക്കൗണ്ടാണ് ക്രെഡിറ്റ് ചെയ്യേണ്ടത്. വാട്ട് കംസ് ഇൻ, അത് ഡെബിറ്റ് ചെയ്യാൻ വേണ്ടത്. അപ്പോൾ ക്യാഷ് അക്കൗണ്ടിലേക്ക് കാശ് വന്നു, ഡെബിറ്റ് ചെയ്യണം. രാഹുൽ അക്കൗണ്ട് പേഴ്സണൽ അക്കൗണ്ടാണ്. ആരാണോ ഗിവർ അവരെയാണ് ക്രെഡിറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ രാഹുൽ ഗിവറാണ്, രാഹുലിനെ നമ്മൾ ക്രെഡിറ്റ് ചെയ്യണം. ഓക്കെ. അപ്പോൾ ഏതിനെയാണ് ഡെബിറ്റ് ചെയ്യേണ്ടതെന്നുള്ളതും ഏതിനെയാണ് ക്രെഡിറ്റ് ചെയ്യേണ്ടതെന്നുള്ളതും നമുക്ക് ക്ലിയർ ആയി. അപ്പോൾ റിയൽ അക്കൗണ്ട്, ഡെബിറ്റ് വാട്ട് കംസ് ഇൻ, ക്രെഡിറ്റ് വാട്ട് ഗോസ് ഔട്ട്, ഇതൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞ കാര്യമാണ്. ഓക്കെ. അപ്പം നമ്മളിവിടെ ഏതാണ് ഡെബിറ്റ് ചെയ്യേണ്ടതെന്നും ഏതാണ് ക്രെഡിറ്റ് ചെയ്യേണ്ടതെന്നുള്ളതും ക്ലിയർ ആയി. നമ്മുടെ ജേണൽ ബുക്കിൽ ഡേറ്റ് ഓഫ് ട്രാൻസാക്ഷൻ ആദ്യം എഴുതി 2003 ജൂലൈ 1. പർട്ടിക്കുലേഴ്സിന് അവിടെ നമ്മൾ എഴുതേണ്ടത് ശ്രദ്ധിക്കണം. 2 അക്കൗണ്ടുകളാണ് നമ്മളവിടെ കാണിക്കേണ്ടത്. ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റും രാഹുൽ അക്കൗണ്ട് ക്രെഡിറ്റും. ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ്, രാഹുൽ അക്കൗണ്ട് ക്രെഡിറ്റ് നമ്മൾ പഠിച്ചു അല്ലേ. ആദ്യം എഴുതേണ്ടത് ഡെബിറ്റ് അക്കൗണ്ടാണ്, അതായത് ക്യാഷ് അക്കൗണ്ട്. അത് എഴുതിയതിന് ശേഷം ഡെബിറ്റ് ആണെന്ന് കാണിക്കാൻ ഒരു DR എന്ന് അവിടെ എഴുതണം. DR, ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ടു രാഹുൽ അക്കൗണ്ട്, അങ്ങനെയാണ് നമ്മൾ പറയാത്. അതായത് ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ടു രാഹുൽ അക്കൗണ്ട്, ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ് ആണ്. അപ്പോൾ അതിൻ്റെ നേരെ നമ്മൾ DR എന്ന് എഴുതും, അതിൻ്റെ തൊട്ടടുത്ത് തന്നെ. ദെൻ താഴെ നമ്മൾ ക്രെഡിറ്റ് ആയ അക്കൗണ്ടിൻ്റെ പേരാണ് എഴുതുക. ആ ക്രെഡിറ്റ് അക്കൗണ്ട് നമ്മൾ എഴുതുമ്പോൾ 2 എന്ന് സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ കുറച്ച് നീക്കിയിട്ടാണ് എഴുതുക. ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ് അക്കൗണ്ടിൻ്റെ താഴെയായിട്ട് കുറച്ച് നീക്കിയിട്ടാണ് അത് എഴുതുക. ടു രാഹുൽ അക്കൗണ്ട്. അപ്പോൾ ഡെപ്റ്റർ ടു രാഹുൽ അക്കൗണ്ട്. ബ്രാക്കറ്റിൽ ബീയിങ് ക്യാഷ് റിസീവ്ഡ് ഫ്രം രാഹുൽ, അതാണ് ട്രാൻസാക്ഷൻ. രാഹുലിൽ നിന്ന് ക്യാഷ് റിസീവ് ചെയ്തു അല്ലേ. അപ്പോൾ ആ ട്രാൻസാക്ഷൻ എഴുതി. ലെഡ്ജർ ഫോളിയോ നമ്പർ നമുക്കിപ്പോൾ അറിയില്ല, കാരണം നമ്മൾ ജേണൽ എഴുതണേ ഉള്ളൂ. പോസ്റ്റ് ചെയ്യുമ്പോഴാണ് ആ നമ്പർ കിട്ടുള്ളൂ. അപ്പോൾ നിങ്ങളിപ്പോൾ ഒന്നും ചെയ്യേണ്ട, ആ കോളം ഒഴിവാക്കി ഇട്ടാൽ മതി. നമുക്കത് പിന്നീട് നോക്കാം. ദെൻ നെക്സ്റ്റ് കോളാണ് ഡെബിറ്റിൻ്റെ കോളം അല്ലേ. ഡെബിറ്റിൻ്റെ കോളത്തിൽ എത്ര എമൗണ്ടാണ് ഡെബിറ്റ് ആയിരിക്കുന്നത്. അപ്പോൾ ക്യാഷ് അക്കൗണ്ടിൻ്റെ നേരെ ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ് ചെയ്തിരിക്കുന്നത് 500 റുപ്പീസാണ്. ആ 500 എഴുതി. രാഹുൽ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആയിരിക്കുന്ന രാഹുൽ അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്തിരിക്കുന്നത് 500 ആണ്. അപ്പോൾ ക്രെഡിറ്റിൻ്റെ കോളത്തിൽ 500 എഴുതി. മനസ്സിലായോ? റുപ്പീസും പൈസയാണ് 2 കോളായിട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതേപോലെ നമ്മൾ ജേണൽ ബുക്കിൽ എഴുതി. മനസ്സിലായോ? അപ്പോൾ ഒന്നാമത്തെ ആ ബുക്കിൽ നമ്മൾ ഇത് ഫസ്റ്റ് ട്രാൻസാക്ഷൻ ഇങ്ങനെ എഴുതി. ഇനി ഇതിൻ്റെ താഴെ ഓരോ ട്രാൻസാക്ഷൻസും എഴുതണം. എന്തൊക്കെ ട്രാൻസാക്ഷൻസ് നടക്കുന്നുണ്ടോ ആ ട്രാൻസാക്ഷൻസ് എല്ലാം തന്നെ ഈ ജേണൽ ബുക്കിൽ കാണണം. അതിലില്ലാത്തൊരു ട്രാൻസാക്ഷൻ ഉണ്ടാവാൻ പാടില്ല. മനസ്സിലായോ? ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ട്രാൻസാക്ഷൻ നോക്കാം. 7th ജൂലൈ 2003 ബോട്ട് ഗുഡ്സ് ഫോർ ക്യാഷ് റുപ്പീസ് 1500 അല്ലേ. ഇവിടെ അണ്ടർസ്റ്റുഡ് ആണ്, ഫോർ ക്യാഷ് ആണ്.
ബോട്ട് ഗുഡ്സ് ആണ്, പർച്ചേസ് അക്കൗണ്ട് ആണ് അല്ലേ. അപ്പോൾ അക്കൗണ്ട്സ് എഫക്റ്റഡ് ഏതൊക്കെയാണ്? പർച്ചേസ് അക്കൗണ്ട്, ക്യാഷ് അക്കൗണ്ട്. ക്യാഷ് നമ്മുടെ കയ്യിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ ക്യാഷ് നമ്മുടെ കയ്യിൽ നിന്ന് പോവുക ചെയ്യുക, ക്യാഷ് അക്കൗണ്ട്. അപ്പോൾ പർച്ചേസ് അക്കൗണ്ട് എന്ന് പറയുന്നത് റിയൽ അക്കൗണ്ടാണ്. ദെൻ ക്യാഷ് അക്കൗണ്ട് എന്ന് പറയുന്നത് റിയൽ അക്കൗണ്ടാണ്. റിയൽ അക്കൗണ്ടിനെ സംബന്ധിച്ചുള്ള റൂള് നമുക്കറിയാം. ഡെബിറ്റ് വാട്ട് കംസ് ഇൻ, ക്രെഡിറ്റ് വാട്ട് ഗോസ് ഔട്ട് അല്ലേ. അപ്പോൾ കംസ് ഇൻ എന്ന് പറയുമ്പോൾ പർച്ചേസ് അക്കൗണ്ടിലേക്കാണ് ഗുഡ്സ് വരുന്നത്, ക്യാഷ് അക്കൗണ്ടിൽ നിന്ന് കാശ് പോവുകയും ചെയ്തു അല്ലേ. അപ്പോൾ പോകുന്നതാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ക്രെഡിറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ക്യാഷ് അക്കൗണ്ട് ക്രെഡിറ്റ് ആക്കണം, പർച്ചേസ് അക്കൗണ്ട് ഡെബിറ്റ് ആക്കണം. ഓക്കെ, ക്ലിയർ ആണല്ലോ നമുക്ക്. അപ്പോൾ നമുക്കിത് അപ്ലൈ ചെയ്യാം. അത് ജേണലിൽ എൻട്രി ചെയ്യാം. 2003 ജൂലൈ 7 പർച്ചേസ് അക്കൗണ്ട് ഡെബിറ്റ്, ഡെപ്റ്റർ DR കാണിക്കണം അവിടെ. ടു ക്യാഷ് അക്കൗണ്ട്, ഡെപ്റ്റർ ടു ക്യാഷ് അക്കൗണ്ട്, ബീയിങ് ക്യാഷ് പർച്ചേസ് ഓഫ് ഗുഡ്സ്. ലെഡ്ജർ ഫോളിയോ നമ്പർ ഒന്നും ചെയ്യേണ്ട ഇപ്പോൾ. ദെൻ ഡെപ്റ്ററിൽ ഡെബിറ്റ് എമൗണ്ട് എന്ന് പറയുന്നത് 1500 ആണ്. അത് ഡെബിറ്റിൻ്റെ കോളത്തിൽ പർച്ചേസ് അക്കൗണ്ടിന് നേരെ എഴുതണം, അതാണ് ഡെബിറ്റ്. ക്യാഷ് അക്കൗണ്ട് ക്രെഡിറ്റ് ആണ്, അപ്പോൾ അതിന് നേരെ 1500 ക്രെഡിറ്റിൻ്റെ കോളത്തിലും എഴുതണം. ഓക്കെ, നെക്സ്റ്റ് ട്രാൻസാക്ഷൻ 10th ജൂലൈ 2003 റെൻറ്റ് പെയ്ഡ്. റെൻറ്റ് പെയ്ഡ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം റെൻറ്റ് അക്കൗണ്ടാണ് അല്ലേ. അതുപോലെ റെൻറ്റ് പേ ചെയ്യാണ്, നമ്മൾ റെൻറ്റ് അടച്ചു, വാടക കൊടുത്തു. നമ്മുടെ ക്യാഷ് അക്കൗണ്ടിൽ നിന്ന് കാശ് കൊടുക്കുക ചെയ്തത്. 1000 രൂപ ക്യാഷ് അക്കൗണ്ടിൽ നിന്ന് എടുത്തിട്ടാണ് നമ്മൾ ആർക്ക് കൊടുത്തത്? റെൻറ്റിന് റെൻറ്റ് കൊടുത്തത്. അപ്പോൾ റെൻറ്റ് അക്കൗണ്ടും ക്യാഷ് അക്കൗണ്ടും അല്ലേ. അപ്പോൾ ഇവിടെ ടൈപ്പ് ഓഫ് അക്കൗണ്ട് എന്ന് പറയുന്നത് നോമിനൽ അക്കൗണ്ടാണ്. റെൻറ്റ് അക്കൗണ്ട് എന്ന് പറയുമ്പോൾ അത് എക്സ്പെൻസും ആണ് അല്ലേ. അപ്പോൾ ക്യാഷ് അക്കൗണ്ടിൽ നിന്നാണെങ്കിൽ കാശ് പോയിരിക്കുക ചെയ്യുന്നത്, അപ്പോൾ കാശ് കൊടുത്തേക്കുന്നതായതുകൊണ്ട് ക്യാഷ് അക്കൗണ്ട് ക്രെഡിറ്റ് ആണ്. എക്സ്പെൻസസിനെ എല്ലാം നമ്മൾ ഡെബിറ്റ് ചെയ്യണമെന്നാണ് പഠിച്ചിരിക്കുന്നത് അല്ലേ. നോമിനൽ അക്കൗണ്ടിൻ്റെ കേസിൽ എക്സ്പെൻസസ് ഒക്കെ ഡെബിറ്റ് ചെയ്യണം. അപ്പോൾ റെൻറ്റ് അക്കൗണ്ട് എക്സ്പെൻസാണ്, അത് ഡെബിറ്റ് ചെയ്യണം. ക്യാഷ് അക്കൗണ്ടിലേക്ക് ക്യാഷ് അക്കൗണ്ടിൽ നിന്ന് കാശ് പോവുകയാണ് ചെയ്തിരിക്കുന്നത്, അപ്പോൾ നമ്മളതിനെ ക്രെഡിറ്റും ചെയ്യണം അല്ലേ. അപ്പോൾ റെൻറ്റ് അക്കൗണ്ടിൻ്റെ കേസിൽ എക്സ്പെൻസ് ആയതുകൊണ്ട് അത് ഡെബിറ്റ് ചെയ്യണം. ക്യാഷ് അക്കൗണ്ടിൻ്റെ കേസിൽ ക്യാഷ് ഗോൺ ഔട്ട് ആയതുകൊണ്ട് അത് ക്രെഡിറ്റും ചെയ്യണം. ഓക്കെ, അപ്പോൾ നമ്മളത് എൻട്രി ചെയ്യുമ്പോൾ 2003 ജൂലൈ 10 റെൻറ്റ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ് അക്കൗണ്ട്, അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബീയിങ് റെൻറ്റ് പെയ്ഡ്. ഡെപ്റ്റർ റെൻറ്റ് അക്കൗണ്ടിന് നേരെ ഡെബിറ്റ് 1000, ക്യാഷ് അക്കൗണ്ട് നേരെ ക്രെഡിറ്റ് 1000. ഇത് നമ്മൾ വേറെ വേറെ കോളമായിട്ടല്ല ശരിക്കും എഴുതുക, ആ ജേണൽ ബുക്കിൽ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ എഴുതി പോവുകയാണ് ചെയ്യുക അല്ലേ, ഓരോ ഡേറ്റിലെയും ട്രാൻസാക്ഷൻസ്. നെക്സ്റ്റ് സാലറി പെയ്ഡ് ₹5000 ഓൺ 12th ജൂലൈ 2003. സാലറി പെയ്ഡ് ആണ് അല്ലേ. സാലറി പെയ്ഡ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം എക്സ്പെൻസ് ആണ്. നമുക്ക് കാശ് കൊടുക്കുമ്പോൾ കമ്പനിയുടെ ക്യാഷ് അക്കൗണ്ടിൽ നിന്ന് ക്യാഷ് എടുത്ത് കൊടുക്കുക ചെയ്യുന്നത്. അപ്പോൾ സാലറി അക്കൗണ്ട് എന്ന് പറയുന്നത് എക്സ്പെൻസ് ആണ്, അത് നോമിനൽ അക്കൗണ്ടാണ്, അത് ഡെബിറ്റ് ചെയ്യണം. എക്സ്പെൻസസ് ഒക്കെ ഡെബിറ്റ് ചെയ്യുക ചെയ്യേണ്ടത്. ക്യാഷ് അക്കൗണ്ട് എന്ന് പറയുമ്പോൾ ക്യാഷ് റിയൽ അക്കൗണ്ടാണ്, ക്യാഷ് പോയി, ക്യാഷ് കൊടുത്തു അല്ലേ. അപ്പോൾ അതെന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം. അപ്പോൾ 2003 ജൂലൈ 12 സാലറി അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ് അക്കൗണ്ട്. സാലറി അക്കൗണ്ട് ഡെബിറ്റ് ആയതുകൊണ്ട് 5000 ഡെബിറ്റിൻ്റെ കോളത്തിലും, ക്യാഷ് അക്കൗണ്ട് ക്രെഡിറ്റ് ആയതുകൊണ്ട് 5000 ക്രെഡിറ്റിൻ്റെ കോളത്തിലും നമ്മൾ മാർക്ക് ചെയ്തു. അപ്പോൾ നമ്മൾ ഇതുവരെ ചെയ്ത ട്രാൻസാക്ഷൻസ് ഒക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ ജേണൽ ഇതുപോലെ ഇരിക്കും. ഓരോ ട്രാൻസാക്ഷൻസും ഇതുപോലെ കോളം തിരിച്ച് താഴെ കറസ്പോണ്ടിങ് ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ജേണൽ എൻട്രി കംപ്ലീറ്റ് ആയി, ജേണലൈസ് ചെയ്തു. അതായത് ജേണലൈസ് ചെയ്യാന്ന് പറഞ്ഞാൽ ഒരു ബിസിനസ്സിനെ സംബന്ധിച്ച് അത് കണ്ടിന്യൂസ് പ്രോസസ്സാണ്. എല്ലാ ദിവസവും ട്രാൻസാക്ഷൻസ് ഉണ്ടാവും. എന്തൊക്കെ ട്രാൻസാക്ഷൻസ് ഉണ്ടായിട്ടുണ്ടോ അതെല്ലാം ഇതുപോലെ ജേണലിൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്യും വേണം. അങ്ങനെ ജേണൽ എൻട്രി നമുക്ക് കംപ്ലീറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്കിനി ഇതുപോലെ എക്സാമ്പിൾസ് ചെയ്ത് നോക്കണം. ഈ എക്സാമ്പിൾ ക്വസ്റ്റ്യൻസ് ഞാൻ ട്രാൻസാക്ഷൻസ് തരും, ആ ട്രാൻസാക്ഷൻസ് നോക്കി നിങ്ങൾ ജേണലൈസ് ചെയ്യണം. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ജേണൽ വരച്ച് ഓരോന്ന് സെപ്പറേറ്റ് വരയ്ക്കേണ്ട ആവശ്യമില്ല, എല്ലാം കൂടെ ഒരൊറ്റ ടേബിൾ വരച്ചാൽ മതി. ഒരു സെറ്റ് ഓഫ് ട്രാൻസാക്ഷൻസ് തന്നു കഴിഞ്ഞാൽ അതിനൊരു ടേബിൾ വരയ്ക്കാം. ആ ടേബിളിൽ ഓരോ റോയിലും ഓരോ ട്രാൻസാക്ഷൻ്റെയും അക്കൗണ്ടിൻ്റെ പേര് ഇതേപോലെ
ഡെബിറ്റ് ക്രെഡിറ്റ് എന്നുള്ളത് മാർക്ക് ചെയ്ത് കംപ്ലീറ്റ് ചെയ്യണം. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണം. ഇതേപോലെ നന്നായി പഠിക്കുക, നന്നായി മനസ്സിലാക്കുക ഇതെങ്ങനെയാണ് ചെയ്തിട്ടുള്ളതെന്ന്. സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. ഓക്കെ, താങ്ക് യു.